നികുതി ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ. സിനിമാ സംഘടനകളും സർക്കാരും തമ്മിൽ അടുത്ത വെള്ളിയാഴ്ചയാണ് ചർച്ച നടക്കുക. സർക്കാർ തിയേറ്ററുകളുടെ ബഹിഷ്കരണം ഉടനില്ല എന്ന് ഫിലിം ചേംബർ അറിയിച്ചു. മലയാള സിനിമ കഴിഞ്ഞ വർഷവും കടുത്ത നഷ്ടത്തിലാണെന്നാണ് ഫിലിം ചേംബർ ഇന്ന് വിശദീകരിച്ചത്. 860 കോടി രൂപ മുതൽ മുടക്കിയപ്പോൾ 530 കോടി രൂപയോളം നഷ്ടമുണ്ടായി എന്നതാണ് വാദം. സിനിമകൾ ലാഭം, അതായത് ഹിറ്റ്, ആവറേജ് ഹിറ്റ് അല്ലെങ്കിൽ ചില OTT വരുമാനത്തിൽ നിന്നും കൂടി ലഭിച്ച സിനിമകൾക്ക് സാധ്യതയുള്ള സിനിമകളിലേയും കൂടെ കണക്കെടുത്തി കഴിയുമ്പോൾ ഏകദേശം ഒരു 35ഓളം സിനിമകളിൽ നിന്ന് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 530 കോടിയോളം രൂപയാണ് ഈ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകളുടെ നഷ്ടം. കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് 100 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അപ്പം തന്നെ 30 കോടി രൂപ സർക്കാരിലേക്ക് പോകും. പോയിട്ടുള്ള 70 കോടി രൂപയിൽ നിന്ന് ഒരു 40 കോടി രൂപയോളമാണ് നിർമ്മാതാവിന് തിരികെ കിട്ടുന്നത്. അപ്പോൾ 100 കോടി ക്ലബ് എന്ന് പറയുമ്പോൾ ഗ്രോസിനെ ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. അർജുൻ, ഈ സിനിമകളുടെ ലാഭനഷ്ട കണക്കൊക്കെ വലിയ ചർച്ചയാണ്. ഒരു ഭാഗത്ത് നഷ്ടക്കണക്ക് പറയുന്നു, അത് അങ്ങനെയല്ല എന്ന് മറുഭാഗത്ത് ചില സംവിധായകർ രംഗത്തെത്തി പറയുന്നു. പക്ഷേ ഇപ്പോഴിതാ ഏതായാലും ഈ തർക്കങ്ങൾക്ക് ഒടുവിൽ വിനോദ നികുതി ഒഴിവാക്കുന്നതിനൊരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു സർക്കാർ എന്നത് ആശ്വാസകരമാണ്, അല്ലേ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇത്തരത്തിൽ വിനോദ നികുതി ഒഴിവാക്കണം എന്നുള്ളത്. അതായത് GST നേരത്തെ തന്നെ സിനിമയ്ക്ക് ഈടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അതിന് ഇരട്ട നികുതി എന്ന നിലയിലാണ് ഇത്തരത്തിൽ വിനോദ നികുതി കൂടി അധികമായി ഈടാക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ സിനിമാ മേഖലയിൽ വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് സിനിമാ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ അതിലൊരു ചർച്ച വേണം. അതിൽ പൂർണ്ണമായും വിനോദ നികുതി ഒഴിവാക്കണം എന്നതായിരുന്നു ആവശ്യം. കഴിഞ്ഞ വർഷം ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരപ്രഖ്യാപനവും ഉണ്ടായിരുന്നു. അന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ ചർച്ച നടത്താമെന്നതായിരുന്നു. പിന്നീട് ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകൾ ഒരു സമരം പ്രഖ്യാപിച്ചത്. അതായത് സർക്കാർ തിയേറ്ററുകളിൽ നിന്ന് സിനിമകൾ പൂർണ്ണമായും പിൻവലിക്കും എന്നതായിരുന്നു ആദ്യഘട്ട സമരത്തിന്റെ ഭാഗമായുള്ള പ്രഖ്യാപനം. ജനുവരി മുതൽ KSFDCയുടെ തിയേറ്ററുകളിൽ സിനിമകൾ കൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു സംഘടനകൾ എത്തിയത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത ആഴ്ച, അതായത് അടുത്ത വെള്ളിയാഴ്ച സർക്കാരുമായി ചർച്ച നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ചർച്ച നടക്കുക. അതിലും തീരുമാനമായില്ലെങ്കിൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ സിനിമാ സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങുക. ആദ്യഘട്ടത്തിൽ സർക്കാർ തിയേറ്ററുകൾ ഒഴിവാക്കും. അതിനുശേഷം പൂർണ്ണമായും നിസ്സഹകരണം എന്ന നിലയിലുള്ള സമരവും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ചർച്ചയ്ക്കൊരു വഴി തുറന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതിന് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന വിഷയം ഇത്തരത്തിൽ പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും മലയാളത്തിൽ നിന്നുണ്ടാകുമ്പോൾ പോലും പൂർണ്ണമായും സിനിമാ മേഖല നഷ്ടത്തിലാണ്. 860 കോടി രൂപ മുതൽ മുടക്കിയപ്പോൾ വെറും 530 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ വർഷം തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. മാത്രമല്ല, വൈദ്യുതി താരിഫ് ഇനത്തിലും വലിയ ഒരു ഇളവ് വേണമെന്ന ആവശ്യവും സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, ഏതായാലും വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഈ ലാഭനഷ്ട കണക്കുകൾ. സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ഈ ആവശ്യങ്ങളിൽ എന്താണ് തീരുമാനം ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.